പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് കെമിസ്ട്രി ആദ്യ പാഠഭാഗമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും ഇത് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിലൊന്ന് വിശകലനം ചെയ്യുകയാണ്. നമുക്കറിയാം, നിത്യജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കുന്ന വിവിധ കാർബണിക സംയുക്തങ്ങൾ നമ്മുടെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. ഒരുപാട് കോടിക്കണക്കിന് സംയുക്തങ്ങൾ, കാർബണിക സംയുക്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഓർഗാനിക് സംയുക്തങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹൈഡ്രോ കാർബണുകൾ. അതിൻ്റെ വൈവിധ്യം, ചില ഘടനകൾ, അതുപോലെ IUPAC നാമകരണ രീതികൾ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യയന വർഷം 9th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 2 പാഠങ്ങൾ നമ്മൾ ഈ ഓർഗാനിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ചില ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടന, അവയുടെ നാമകരണ രീതി, അതുപോലെ സവിശേഷതകൾ, അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം ഇവിടെ 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? അതിൽ ഒന്ന് ഇങ്ങനെയാണ്: CH3 CH2 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 CH3. അതായത് ഇതൊരു ചെയിൻ, അല്ലേ? ഒരു ചെയിൻ ഘടനയാണ്. മറ്റൊന്ന് CH3 CH CH3 CH2 CH3. അതായത് ഇവിടെ 4 കാർബണുള്ള ഒരു ചെയിൻ, അതിൽ രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഒരു ശാഖ, ഇങ്ങനെ 2 ഹൈഡ്രോ കാർബൺ. അപ്പോൾ ആദ്യത്തേൽ ചെയിനായ ഹൈഡ്രോ കാർബൺ മാത്രമാണ്, ഇവിടെ ചെയിനുണ്ട്, അതിൽ നിന്ന് ഒരു ശാഖയും ഉണ്ട്. ഇങ്ങനെ 2 ഹൈഡ്രോ കാർബണുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഇനി ഇവിടെ ചോദ്യങ്ങളുണ്ട്. ഹൈഡ്രോ കാർബൺ 1ൻ്റെ ഘടനാവാക്യം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അപ്പോൾ ഹൈഡ്രോ കാർബൺ 1 ഇതായിരുന്നു, 5 കാർബണുള്ള ഹൈഡ്രോ കാർബണാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഇതായിരുന്നു, അല്ലേ? 1 2 3 4 5 5 കാർബൺ ആറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതിൻ്റെ പദമൂലം എന്താണ്? 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പദമൂലം പെൻറ്റ് എന്നാണ്. പെൻറ്റ്, അല്ലേ? പദമൂലങ്ങൾ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. 1 കാർബൺ ആണെങ്കിൽ മീത്, 2 കാർബൺ ആണെങ്കിൽ ഈത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 എണ്ണമാണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെൻറ്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഓക്റ്റ്, 9 കാർബണുകളാണെങ്കിൽ നോൺ, 10 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡക്ക്. ഇങ്ങനെയാണ് നമ്മൾ പദമൂലങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 5 കാർബൺ ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ പദമൂലം പെൻറ്റ് എന്നാണ്. ഓക്കെ. ഇനി ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. അപ്പോൾ ഇവിടുത്തെ IUPAC നാമം വരുന്നത് പെൻറ്റെയിൻ എന്നാണ്, അല്ലേ? പെൻറ്റ് ഇതൊരു ആൽക്കെയിനാണ്. നമുക്കറിയാം, എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിലും ഏകബന്ധനമാണ് വരുന്നത്, അതുകൊണ്ട് ആൽക്കെയിനാണ്. അപ്പോൾ പദമൂലം പ്ലസ് എയിൻ എന്നാണ് വരിക. പെൻറ്റെയിൻ എന്നാണ് ഇതിൻ്റെ IUPAC നാമം എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഹൈഡ്രോ കാർബൺ 1ൻ്റെയും ഹൈഡ്രോ കാർബൺ 2ൻ്റെയും ഘടനാവാക്യം വിശകലനം ചെയ്യുക. ഇതാണ് 2 ഘടന, അല്ലേ? അപ്പോൾ ഇത് ഒന്നാമത്തെ ഹൈഡ്രോ കാർബൺ ഒരു ചെയിൻ, അല്ലേ? കാർബൺ ചെയിൻ, 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കാർബൺ ചെയിൻ സംയുക്തമാണ്. എന്നാൽ രണ്ടാമത്തെ ഹൈഡ്രോ കാർബണോ, ഇവിടുത്തെ മുഖ്യ ചെയിനിൽ നെക്സ്റ്റ് ഈ 2 ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്രാ സൂത്രം എന്ത്? തന്മാത്രാ സൂത്രം അഥവാ മോളിക്യുലാർ ഫോർമുല, അത് ഇതിൽ എത്ര കാർബണുകളുണ്ടോ അതുപോലെ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ടോ അവ ഒന്നിച്ചെഴുതുന്നതാണ് തന്മാത്രാ സൂത്രം, അല്ലേ?
അപ്പോൾ ഇവിടെ ഒന്നാമത്തേൽ 1 2 3 4 5 കാർബൺ ആറ്റം C5. ഹൈഡ്രജനോ 3 5 7 9 12 H12 C5H12 എന്നാണ് ഒന്നാമത്തേതിൻ്റെ തന്മാത്രാ സൂത്രം. ഇനി രണ്ടാമത്തേത് 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ. ഹൈഡ്രജൻ 3 4 6 9 12 അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും തന്മാത്രാവാക്യം 1 ആണ് വരുന്നത് അല്ലേ. തന്മാത്രാ സൂത്രം C5H12 എന്നാണ്. ഇനി കാർബൺ ചെയിനിൻ്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കാർബൺ ചെയിനിൻ്റെ ഘടനയിൽ ഒന്നാമത്തെ ഹൈഡ്രോ കാർബണിൽ ഒരു കാർബൺ ആറ്റങ്ങളുടെ ചെയിൻ അല്ലേ, 5 കാർബൺ ആറ്റങ്ങളുടെ ചെയിനാണുള്ളത്. എന്നാൽ രണ്ടാമത്തേൽ 4 കാർബൺ ആറ്റങ്ങളുടെ ചെയിനും രണ്ടാമത്തെ കാർബൺ ആറ്റിൽ നിന്ന് ഒരു ശാഖയുമാണുള്ളത്. ഓക്കെ, അപ്പോൾ ചെയിനിൽ മാറ്റം വന്നു. ഒന്നാമത്തേൽ 5 കാർബൺ ആറ്റങ്ങൾ ചെയിനിലുണ്ട്, എന്നാൽ രണ്ടാമത്തേൽ 4 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. ഒരു കാർബൺ ആറ്റം ശാഖയായിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതേ തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം. ഇവിടെ CH3 CH3 അല്ലേ. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ ചെയിനിൽ 3 കാർബൺ ആറ്റങ്ങളുണ്ട്. 1 2 3 കാർബൺ ആറ്റങ്ങളുണ്ട്. 2 ശാഖകളുണ്ട് അല്ലേ. 2 ശാഖകളാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ IUPAC നാമം പറയാം. ഇവിടെ 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പദമൂലം പ്രൊപ്പ് എന്നാണ് വരിക. പ്രൊപ്പ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ നിന്ന് 2 ശാഖകളും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് വരുന്നത് ഈ ശാഖയുടെ സ്ഥാനസംഖ്യ 2, ഈ ശാഖയുടെ സ്ഥാനസംഖ്യയും 2. അപ്പോൾ 2 2 അല്ലേ, കോമ കൊടുക്കണം. 2,2 ഒരു ഹൈഫൺ, പിന്നീട് ചെയിൻ്റെ പേര് പ്രൊപ്പൈൻ. അപ്പോൾ 2 2 ഡൈ, പിന്നെ ശാഖയുടെ പേര് കൊടുക്കണം. 2 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. അത് നമ്മൾ സാവധാനം പഠിക്കും, ഇതിൻ്റെ ബാക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിനെ പരിചയപ്പെടുത്തിയതാണ് ഇങ്ങനെ അല്ലേ. 2 ശാഖകളുള്ള ഹൈഡ്രോ കാർബൺ എന്നാണിത് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ സാവധാനം താഴെ പഠിക്കും. ഇനി അപ്പോൾ നോക്കൂ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബൺ ആറ്റത്തിന് ശാഖകളോട് കൂടിയ സംയുക്തങ്ങൾ രൂപീകരിക്കാൻ കഴിയും എന്നാണ് ഇതിനൊക്കെ വ്യക്തമാകുന്നത്. ഇനി അടുത്തത് ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം. ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം. ആദ്യം നമ്മൾ ഈ ശാഖ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ശാഖ അല്ലേ. ഒരു മുഖ്യ ചെയിൻ ഉണ്ടാകും. ഇവിടെ 4 കാർബൺ ആറ്റങ്ങളുള്ള മുഖ്യ ചെയിന്, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ, അതിനെയാണ് നമ്മൾ ശാഖ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഒരു ശാഖ മാത്രമുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ്. ഇവിടെ നോക്കൂ, IUPAC നാമകരണ രീതി അനുസരിച്ച് ഇത്തരത്തിൽ ശാഖയുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബണുകളെ നാമകരണം ചെയ്യുക, പേര് കൊടുക്കുക, IUPAC നാമം കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതാ 2 സംയുക്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിന് പ്രധാന ചെയിനായും ബാക്കിയുള്ളവയെ ശാഖയും കണക്കാക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള നീളം കൂടിയതിനെ നമ്മൾ കാർബൺ ചെയിനായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ആ ചെയിനിൽ വരാത്ത കാർബണിനെ നമ്മൾ എന്ത് ചെയ്യും, കാർബണും ഹൈഡ്രജനും ശാഖയായിട്ട് കണക്കാക്കും. അപ്പോൾ ഇവിടെ ഒന്നാമത്തേൽ ഇത് ഒരു ചെയിനാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ചെയിന്. ഇത് ശാഖയാണ് അല്ലേ. ഇനി ഇവിടുത്തെ രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തിൽ നമുക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും നീളം കൂടിയ ചെയിന്, നീളം കൂടിയതാണ് നമ്മൾ പ്രധാനപ്പെട്ട ചെയിനായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നീളം കൂടിയത് ഉണ്ടാക്കാം. 1 2 3 4 5 അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 4 കാർബൺ ആറ്റങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ചെയിനാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ചെയിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളത് ശാഖയായിട്ട് വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയിനാക്കി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ശാഖ, മനസ്സിലാക്കുക. ഇനി ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ ആയിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ചെയിനിന്
കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ കൊടുക്കുമ്പോൾ 2 രീതിയിൽ നമ്പർ ചെയ്യാം. ഒന്ന് നമുക്ക് ഇതിപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ്, 1 2 3 4 ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇതാണ് ഇവിടുത്തെ ശാഖയുള്ള കാർബൺ. ഈ ശാഖ വരുന്നത് 3ാമത്തെ കാർബണിലാണ്. ഇനി ഇതേ സാധനം ഇതേ കാർബണിനത്തിന് നമുക്ക് ഇവിടുന്ന് വലത് ഭാഗത്തുനിന്ന് ഇടത്തോട്ടും നമ്പർ ചെയ്യാം. അപ്പോൾ 1 2 3 4 ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 2ാമത്തെ കാർബണിൽ ശാഖ വന്നു, ഇവിടെ 3ാമത്തെ കാർബണിൽ ശാഖ വന്നു. ഇത് രണ്ടും ഒരു സംയുക്തമാണ്, ഒന്നാണ്. 4 കാർബൺ ആറ്റങ്ങളുള്ള ചെയിനാണ് രണ്ടും അല്ലേ. അതിൽ ശാഖയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ശാഖ, പെട്ടെന്ന് ശാഖ കിട്ടുന്ന രീതിയിലെ നമ്പർ കൊടുക്കേണ്ടത്, അതായിരിക്കും ശരി. 2 ഭാഗത്ത് നിന്ന് എണ്ണുമ്പോൾ രണ്ടും ശരിയല്ല. എവിടെ നിന്ന് എണ്ണുമ്പോഴാണോ പെട്ടെന്ന് നമുക്ക് ശാഖ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് നിന്ന് എണ്ണുമ്പോൾ 3ാമത്തേൽ ശാഖ വന്നു, എന്നാൽ വലത് ഭാഗത്ത് നിന്ന് എണ്ണുമ്പോൾ 2ാമത്തേൽ ചെറിയ സ്ഥാനം ഏതാ ശാഖയുടെ 2. അപ്പോൾ ഇതാണ് ഇവിടെ ശരി. ഈ 2ാമത്തെ രീതിയാണ് ശരി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവയിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സ്ഥാനസംഖ്യ വന്നിരിക്കുന്ന ചെയിൻ ഏതാണ്? 2 ആണ് അല്ലേ. 2 ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ആണ് ശരിയായത്. ഇനി കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിച്ചിരിക്കുന്ന ചെറുശാഖകൾ ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ ശാഖകളെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ അല്ലേ. ഈ ശാഖകൾ അറിയപ്പെടുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഒരു പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്? ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ നീക്കം ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ CH4 അല്ലേ. ഇത് ഒരു ഹൈഡ്രോ കാർബൺ മീഥെയിനാണിത്, മീഥെയിൻ. അപ്പോൾ ഈ CH4ൽ നിന്ന് ഒരു ഹൈഡ്രജനെ ഒഴിവാക്കി, അപ്പോൾ എന്താകും? CH3 ആയി. CH3 അല്ലേ. ഇതിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുക, ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിവിടെ പൊതുവായ പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതിൻ്റെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണ് വരിക? ഒരു കാർബൺ, അപ്പോൾ മീതാണ് പദമൂലം വരിക. ഐൽ എന്ന് കൂട്ടിച്ചേർക്കുക അല്ലേ. ആൽക്കൈലിൻ്റെ അവസാന ഭാഗം ഐൽ എന്ന് കൂട്ടിച്ചേർക്കണം. അപ്പോൾ മീത് പ്ലസ് ഐൽ മീഥൈൽ എന്ന് കിട്ടും. CH3ൻ്റെ പേര് മീത് പ്ലസ് ഐൽ മീഥൈൽ. ഓക്കെ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ശാഖയുടെ പേര് കൊടുക്കുന്ന രീതിയാണ് മനസ്സിലാക്കേണ്ടത്. ശാഖയിൽ എത്ര കാർബൺ ഉണ്ടോ ആ കാർബണിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പദമൂലം കൊടുക്കുക. ഇവിടെ ഒരു കാർബണാണ്, പദമൂലം മീത് പ്ലസ് ഐൽ അല്ലേ, മീഥൈൽ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി 2 എക്സാമ്പിളും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെഴുതാൻ ശാഖയിലെ കാർബണാറ്റത്തിൻ്റെ അല്ലെങ്കിൽ കാർബണാറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള പദമൂലം കൊടുക്കുക. അതിൻ്റെ പിൻപ്രത്യയം ഐൽ എന്നും കൊടുക്കുക അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മീഥൈലാണിത്. അതുപോലെ മറ്റൊരു രണ്ടാമത്തെ എക്സാമ്പിൾ ഈഥ് എന്നാണ് പദമൂലം വരിക. ഈഥ് പ്ലസ് ഐൽ, ഈഥൈൽ എന്ന് വരും അല്ലേ. അതുപോലെ മറ്റൊന്ന് 3 കാർബണാണ് ശാഖയിലുള്ളത്. അപ്പോൾ അത് പ്രൊപ്പൈൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതുന്നത്, മനസ്സിലാക്കുക. അതായത് ശാഖയുടെ പേര് എഴുതുന്ന രീതി. ഓക്കെ. ഇനി IUPAC നാമം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൻ ഉപയോഗിച്ചാണ് വേർതിരിച്ചെഴുതേണ്ടത്. മനസ്സിലാക്കേണ്ടത് അക്കങ്ങളും അക്ഷരങ്ങളും ഉണ്ടെങ്കിൽ ഹൈഫൻ ഉപയോഗിച്ചാണ് വേർതിരിച്ചെഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൻ പ്ലസ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് പദമൂലം പ്ലസ് പിൻപ്രത്യയം അഥവാ എയിൻ. ഇങ്ങനെയാണ് നമ്മൾ ശാഖയുള്ള ഒരു ശാഖയുള്ള ആൽക്കൈൻ്റെ പേര് എഴുതുന്ന രീതി അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. CH3 CH2 CH2 CH CH3 CH3 അല്ലേ. അപ്പോൾ ഇതിൻ്റെ IUPAC നാമം നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ആദ്യം മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. മുഖ്യ ചെയിനിൽ 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ മുഖ്യ ചെയിനിലുണ്ട്. പദമൂലം 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പദമൂലം പെൻഡ് എന്നാണ് വരിക. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു ആൽക്കൈനാണ്. ആൽക്കൈൻ്റെ പിൻപ്രത്യയം അവസാന ഭാഗം എയിൻ എന്നാണ്. ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ് മീഥൈൽ.
അതുപോലെ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ് അല്ലേ. നമ്മൾ ഇവിടുന്നാണ് ശാഖ പെട്ടെന്ന് അല്ലെങ്കിൽ ചെറിയ സ്ഥാനസംഖ്യ കിട്ടാൻ വേണ്ടി വലതു ഭാഗത്തു നിന്നാണ് നമ്പർ തുടങ്ങുന്നത്. അപ്പോൾ ശാഖയുടെ സ്ഥാനം 2 ആണ്, അത് മനസ്സിലായി. ഇനി നമുക്ക് IUPAC നാം എഴുതുമ്പോൾ ആദ്യം ഇവിടെ ശാഖയുടെ സ്ഥാനസംഖ്യ അല്ലേ, സ്ഥാനം 2. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് മീഥൈൽ എന്നാണ് അല്ലേ. അപ്പോൾ 2 മീഥൈൽ, ആൽക്കൈൻ്റെ പേര് ചെയിനിൻ്റെ പേര് പെൻറ്റൈൻ, 2 മീഥൈൽ പെൻറ്റൈൻ എന്നാണ്. നെക്സ്റ്റ് പട്ടിക പൂർത്തീകരിക്കുക. സംയുക്തം, നീളം കൂടിയ കാർബൺ ചെയിനിലെ ആറ്റങ്ങളുടെ എണ്ണം, ശാഖയുടെ പേര്, ശാഖയുടെ സ്ഥാനം, IUPAC നാമം. അപ്പോൾ ഇവിടെ ആദ്യം ഈ ചെയിനിൽ അല്ലേ കാർബൺ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ 1, 2 അല്ലെ 5, 6 കാർബൺ ആറ്റങ്ങൾ, 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റങ്ങളുണ്ട് ചെയിനിൽ. ശാഖ 1 കാർബൺ ഉള്ളതാണ്, ശാഖ മീഥൈലാണ്. IUPAC നാമം 2 മീഥൈൽ ഹെക്സേന്. ഇനി രണ്ടാമത്തത് നീളം കൂടിയ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം. 1, 2, 3, 4 കാർബൺ ആറ്റങ്ങൾ. ശാഖ ഇവിടെയും മീഥൈലാണ്. ശാഖയുടെ സ്ഥാനം 2 അല്ലേ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക, 2 വരും. IUPAC നാമം 2 മീഥൈൽ ബ്യൂട്ടൈൻ, 4 കാർബണുള്ള ആൽക്കൈൻ ബ്യൂട്ടൈൻ. ഇനി മറ്റൊന്ന് മൂന്നാമത്തത്, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നീളം കൂടിയ ചെയിൻ. നീളം കൂടിയ ചെയിൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നീളം കൂടിയത് വരിക അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് നമ്പറിങ് വരിക. നീളം കൂടിയ ചെയിൻ അല്ലേ, ഇവിടുന്ന് നമ്പർ ചെയ്യണം. 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അതിൻ്റെ ശാഖ CH3 മീഥൈലാണ്. അതുപോലെ മൂന്നാമത്തെ കാർബണിലാണ്. ശാഖയുടെ സ്ഥാനം 3 ആണ്. പേര് 3 മീഥൈൽ ഹെക്സൈൻ. 6 കാർബൺ ആറ്റാകുമ്പോൾ ഹെക്സൈൻ. ഇനി ലാസ്റ്റ് വൺ, ഇവിടുത്തെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5 ആണ്. ചെയിനിൽ 5 കാർബൺ ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ശാഖയായിട്ട് എടുക്കുന്നത്. ശാഖയുടെ പേര് ഈഥൈലാണ് അല്ലേ, CH2 CH3 2 കാർബൺ ആറ്റങ്ങൾ ശാഖയിലുണ്ട്. ഇത് പ്ലസ് ഐൽ വരും അല്ലേ, ഈഥൈൽ, ഈഥൈൽ എന്നാണ് വരിക. ഇനി ശാഖയുടെ സ്ഥാനം 3 ആണ്. മൂന്നാമത്തെ കാർബണിലാണ് ശാഖ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേര് IUPAC നാമം 3 ഈഥൈൽ പെൻറ്റൈൻ, 3 ഈഥൈൽ പെൻറ്റൈൻ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും നമ്പർ ചെയ്യട്ടോ, ശ്രദ്ധിക്കുക. അപ്പോഴും സ്ഥാനം 3 ആണ് വരിക. അപ്പോൾ ഇതാവും ശാഖ വരിക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നമ്പർ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ്, ഒന്നിലധികം ശാഖകളടങ്ങിയ ആൽക്കൈനുകളുടെ നാമകരണം. ഒന്നിലധികം ശാഖകൾ. ഈ ഒന്നിലധികം ശാഖകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നീളം കൂടിയ കാർബൺ തിരഞ്ഞെടുക്കണം അല്ലേ. ഒന്നിലധികം, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ 1, 2 ശാഖകളുണ്ട് ഇതിൽ. ഇത് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് നമ്പർ കൊടുക്കാമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ശാഖയുള്ള കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ ഇടത്തുനിന്നോ വലത്തുനിന്നോ നമ്പർ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ട് 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ആദ്യം രണ്ടാമത്തേൽ ശാഖ വന്നു. ഇനി ഇത് വലത് ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ 1, 2, 3 3ലാണ് ശാഖ വരിക. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇടത് ഭാഗത്തു നിന്നാണ്. രണ്ടാമത്തേൽ ശാഖ കിട്ടും അല്ലേ. അപ്പോൾ നമ്പറിങ് എങ്ങനെയാണ് വരിക, ഈ ഇടത്തുനിന്ന് വലത്തോട്ട്, ഇതാണ് ശരിയായ രീതി. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ്. അതുപോലെ ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ രണ്ടാമത്തേലും ശാഖ ഉണ്ട്, നാലാമത്തേലും ശാഖ ഉണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത് മാത്രം കാണിച്ചാൽ മതി. ഇവിടെ രണ്ടും നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഇനി മറ്റൊന്ന്, ഒരേ ശാഖ തന്നെ ഒരു കാർബൺ ചെയിനിൽ ഒന്നിലധികം തവണ വന്നാൽ ശാഖകളുടെ എണ്ണം സൂചിപ്പിക്കാൻ, അതായത് ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ 2 ശാഖകൾ അല്ലെങ്കിൽ ഒരേ ശാഖകൾ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഒരേ ശാഖ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് രണ്ടാമത്തേലും നാലാമത്തേലും ശാഖ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 മീഥൈൽ 4 മീഥൈൽ എന്ന് എഴുതേണ്ട ആവശ്യമില്ല.
2 മീഥൈലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡൈ മീഥൈൽ എന്ന് കൊടുത്താൽ മതി. ശാഖകളുടെ സ്ഥാനം കൊടുത്തിട്ട് ഡൈ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 എണ്ണം ഒരേപോലെ വന്നാൽ ഡൈ, 3 എണ്ണം ഒരേപോലെ വന്നാൽ, ശാഖകളാണ് കേട്ടോ, 2 ശാഖകൾ ഒരേപോലെ വന്നാൽ ഡൈ എന്ന വാക്ക് ഉപയോഗിക്കാം. 3 എണ്ണം വന്നാൽ ട്രൈ എന്ന വാക്ക് ഉപയോഗിക്കാം. 4 എണ്ണം വന്നാലോ, 4 എണ്ണം വന്നാൽ ടെട്ര എന്നാണ്. ഇത് ടെട്ര എന്നാണ് കേട്ടോ, മനസ്സിലാക്കുക. ടെട്ര 4 എണ്ണം വന്നാൽ ടെട്ര എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഉണ്ട് ടെട്ര, 4 എണ്ണം വന്നാൽ ടെട്ര. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന സമയത്തിന് IUPAC നാമം നൽകുന്നത് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ 7 ചെയിനിൽ 7 കാർബൺ ആറ്റങ്ങളുണ്ട്. ഏത് ഭാഗത്തു നിന്ന് എണ്ണുന്നതാണ് ശരിയായിട്ടുള്ളത്? നമ്മൾ ഈ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യാണ്. 1 2 3. ആദ്യം ഇവിടെ 3ാമത്തേലാണ് ഫസ്റ്റ് ശാഖ വരിക. ഇവിടെ നിന്ന് എണ്ണുമ്പോഴോ 1 2, രണ്ടാമത്തിൽ ശാഖ വരും. അപ്പോൾ ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് നമ്പർ കൊടുക്കേണ്ടത് അല്ലേ? അപ്പോഴത്തെ ചോദ്യങ്ങൾ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 7 കാർബൺ ആറ്റങ്ങൾ. ശാഖകളുടെ എണ്ണം 2 ശാഖ ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ ശാഖ ഉണ്ട്, അതുപോലെ 3ാമത്തെ കാർബണിലും ശാഖ ഉണ്ട്. 2 ശാഖകൾ, ശാഖകളുടെ എണ്ണം 2. ശാഖകളുടെ പേര് അല്ലേ, CH3 2 ശാഖൻ്റെയും പേര് മീഥൈൽ എന്നാണ്. ഓക്കെ, ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീഥ് പ്ലസ് ഐൽ മീഥൈൽ. ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ, ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യ ശാഖ വരുന്നത് 3ലാണ് വരുന്നത്. അതുപോലെ വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യ ശാഖ വരുന്നത് 2ലുമാണ് അല്ലേ? അപ്പോൾ ഇതിലേതാണ് ശരി? വലത്തുനിന്ന് ഇടത്തോട്ട് എണ്ണുന്നതാണ് ശരി അല്ലേ? ഏതെങ്കിലും ഒരു ഭാഗമാണ് ശരി നമ്മൾ പറഞ്ഞു, രണ്ടും കൂടെ കാണിക്കാൻ പാടില്ല. ഉത്തരം ചെയ്യുമ്പോൾ ശരിയായ ഭാഗം മാത്രമാണ് നമ്പർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോൾ ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ ഏതൊക്കെയാണ് വരിക? 2 5 അല്ലേ? വലത്തുനിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തേലൊരു ശാഖ ഉണ്ട്, അതുപോലെ 5ാമത്തേലും ശാഖ ഉണ്ട്. 2,5 എന്നാണ് വരിക. ഇനി ഇതിൻ്റെ IUPAC നാമം. അപ്പോൾ ശാഖകളുടെ സ്ഥാനസംഖ്യകൾ 2ഉം 5ഉമാണ് അല്ലേ? അപ്പോൾ ഒരേ ശാഖകളാണെങ്കിൽ നമ്മൾ ശാഖകളുടെ പേര് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? ഡൈ 2 എണ്ണം ഉണ്ടെങ്കിൽ ഡൈ എന്ന വാക്ക് മുമ്പ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വരിക? 2,5 ഡൈ മീഥൈൽ. 2 മീഥൈൽ ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡൈ എന്ന വാക്ക് ഉപയോഗിച്ചത് മീഥൈലിന് മുമ്പ്. ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. ശാഖയിൽ അല്ലെ ചെയിനിൽ 7 കാർബൺ ആറ്റങ്ങളുണ്ട്. ഓക്കെ, ഹെപ്റ്റെയിൻ ഡൈ 2,5 ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ എന്നാണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. 2 ശാഖകളുണ്ട്, 2ലും രണ്ടാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലുമാണ് ശാഖകളുള്ളത്. അതുകൊണ്ടാണ് 2,5 എന്ന് എഴുതിയത്. ഹൈഫൺ എഴുതുക. 2ഉം ഒരേ ശാഖകളാണ്, മീഥൈൽ ശാഖകളാണ് അല്ലേ? ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഡൈ എന്ന വാക്ക് ഉപയോഗിക്കുക. ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. 2,5 ഡൈ മീഥൈൽ ഹെപ്റ്റെയിൻ. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത്, ഒരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. IUPAC നാമം എഴുതുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഘടനാവാക്യം ഇല്ലേ, ചെയിനിൽ 1 2 3 4 5 അല്ലേ? നമ്പറിങ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. തിരിച്ച് അവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാലും കറക്റ്റാണ്. ഏത് ഭാഗത്തുനിന്നും നമ്പർ കൊടുക്കുക അല്ലേ? കാരണം 1 2 3 4 അല്ലേ? 2ലും 4ലും ശാഖ വന്നു. ഇവിടെ നിന്ന് എണ്ണുമ്പോഴോ 1 2 3 4 2 ഭാഗത്തുനിന്ന് എണ്ണിയാലും കറക്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സ്വീകരിക്കുക. ഇതിൻ്റെ IUPAC നാമം 2,4 ഡൈ മീഥൈൽ. 2 മീഥൈലാണ്. ഡൈ മീഥൈൽ പെൻറ്റെയിൻ. 5 കാർബണാണ് ചെയിനിലുള്ളത്, അതുകൊണ്ട് പെൻറ്റെയിൻ. 2,4 ഡൈ മീഥൈൽ പെൻറ്റെയിൻ. ഇനി നീളം കൂടിയ കാർബൺ ചെയിനിനെ ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ നമ്പർ ചെയ്യുക. ആദ്യ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് 2 ദിശയിലും ഒരേ സ്ഥാനസംഖ്യയിൽ വരുന്നുവെങ്കിൽ രണ്ടാമത്തെ ശാഖ ഉൾപ്പെടുന്ന കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക രീതിയിൽ നമ്പർ നൽകണം. അപ്പോൾ ഇവിടെ അടുത്തൊരു എക്സാമ്പിളാണ്. നോക്കൂ, ഇവിടെ 1 2 3 4 5 6. അപ്പോൾ നമ്മൾ ഈ 2ൽ കൂടുതൽ ശാഖ വന്നാൽ ചിലത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം അല്ലേ? ഈ 1ാമത്തെ കാർബൺ നമുക്ക് പ്രശ്നമില്ല. അതായത് ആദ്യ ശാഖ ഇവിടെ ഇടത്തുനിന്ന് എണ്ണുമ്പോൾ 2ാമത്തേലുണ്ട്, വലത്തുനിന്ന് എണ്ണുമ്പോൾ 2ാമത്തേലാണുള്ളത്. പിന്നെ ഇനി അടുത്ത 3ാമത്തെ ശാഖ 2ാമത്തെ ശാഖ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് എണ്ണുമ്പോൾ 1 2 3ലാണ്, 3ലില്ല, 4ാമത്തേലാണ് ശാഖ വരിക. ഇവിടുന്ന് എണ്ണുമ്പോഴോ 1 2 3. അപ്പോൾ 2ഉം 3 അല്ലേ? അപ്പോൾ ചെറിയ സ്ഥാനങ്ങൾ തന്നെ വരണം. വലതു ഭാഗത്തുനിന്ന് നമ്പർ കഴിയുമ്പോൾ 2 3ൽ ശാഖ കിട്ടും. 2 3 ആ ഒരു ശാഖയും കൂടെ ഉണ്ട്. 2 3 5 അല്ലേ? 2 3 5. ഇനി
ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണുമ്പോൾ 2 4 5 ആണ് വരിക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി അറിയാം, അവിടെ നമ്മൾ ഈ ശാഖയുടെ സ്ഥാനങ്ങൾ മൊത്തം കൂട്ടി നോക്കുക. ശാഖയുടെ സ്ഥാനങ്ങൾ ആദ്യം നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് കൂട്ടി നോക്കുകയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് എണ്ണുമ്പോൾ 2-ലൊരു ശാഖ ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, 2-ൽ ശാഖ ഉണ്ട്, 4-ൽ ശാഖ ഉണ്ട്, 5-ലും ശാഖ ഉണ്ട്. അപ്പോൾ 2 + 4 6, 6 + 5 11 ശാഖകളുടെ സ്ഥാനം ടോട്ടൽ വരുന്നത്. ഇനി നമ്മൾ വലത്തുനിന്ന് ഇടത്ത് ഭാഗത്തേക്ക് എണ്ണി നോക്കുമ്പോൾ 1 2-ലൊരു ശാഖ, ആ 2 നമ്മൾ എഴുതി, റൈറ്റ് ടു ലെഫ്റ്റ് 2 എഴുതി. 3-ൽ ശാഖ ഉണ്ട്, +3 എഴുതി. പിന്നെ വരുന്നത് 5-ലാണ്, +5 എഴുതി. അപ്പോൾ 2 + 3 5, 5 + 5 10 അല്ലേ. അപ്പോൾ ഇങ്ങനെ കൂട്ടി ശാഖകളുടെ സ്ഥാനങ്ങൾ മൊത്തം കൂട്ടി നോക്കുമ്പോൾ ചെറിയ സ്ഥാനം ഏത് ഭാഗത്തുനിന്ന് എണ്ണുമ്പോഴാണ് കിട്ടുന്നത് അതാണ് ശരി. അപ്പോൾ ഇവിടെ ഈ വലത്തു നിന്നും ഇടത്തോട്ട് എന്നാണ് ശരി എന്ന് മനസ്സിലാക്കുക അല്ലേ. ഇനി ഇവിടെ പൂരിപ്പിക്കാനുള്ളത് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 6 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. ശാഖകളുടെ എണ്ണം അല്ലേ 1 2 3 ശാഖകളുണ്ട്. ശാഖകളുടെ പേര് 3 ശാഖയും ഒരേപോലുള്ളതാണ്, മീഥൈലാണ് പേര്. ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ്. വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ അതും 2 ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ശാഖയ്ക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് എപ്പോഴാണ് ശരിയായിട്ട് ചെയ്യുക. രണ്ടാമത്തെ ശാഖ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുമ്പോൾ ആദ്യ ശാഖ അല്ലേ, രണ്ടാമത്തെ ശാഖ വരുന്നത് 4-ാമത്തേലാണ് അല്ലേ. എന്നാൽ വലത്തുനിന്ന് ഇടത്തോട്ട് വരുമ്പോഴോ രണ്ടാമത്തെ ശാഖ 3-ലാണ്. അപ്പോൾ ചെറിയ സ്ഥാനം വരുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് അല്ലേ, അതാണ് ശരി. ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ ഏതൊക്കെയാണ്? ശാഖകൾ 2 3 5 അല്ലേ. 2 വലത്തുനിന്ന് ഇടത്തോട്ടാണ് നമ്പർ ചെയ്യേണ്ടത്, 2 3 5. ഓക്കെ. ഇനി IUPAC നാമം ഇവിടെ 3 ശാഖകളുണ്ട്. 3 ശാഖകളും ഒരേ ശാഖയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ശാഖയുടെ പേരിന് മുമ്പ് 3 ഉണ്ടല്ലോ, ട്രൈ എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ സ്ഥാനസംഖ്യകൾ ഫസ്റ്റ് എഴുതുക, ശാഖയുടെ സ്ഥാനങ്ങൾ ആദ്യം എഴുതുക. 2, 3, 5 ഹൈഫൺ ട്രൈ മീഥൈൽ ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങളാണ്. അപ്പോൾ ഹെക്സൈൻ. അപ്പോൾ 2 3 5 ട്രൈ മീഥൈൽ ഹെക്സൈൻ എന്നാണ് IUPAC നാമം. ഇനി ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ ഒരേ ഇനം ശാഖകൾ ഒന്നിലധികം വന്നാൽ അവയുടെ സ്ഥാനസംഖ്യകൾ ആവർത്തിച്ചെഴുതണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആവർത്തിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക, ഇവിടെ ചെയിനിൽ 1 2 3 അല്ലേ. രണ്ടാമത്തെ കാർബണിൽ നമ്മൾ 2 ശാഖ, രണ്ടാമത്തെ കാർബണിൽ 2 ശാഖകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെയാണ് വരിക, ഇവിടെ 1 2 3 രണ്ടാമത്തെ കാർബണിൽ 2 ശാഖ. അപ്പോൾ ഈ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ്, ഈ ശാഖയുടെ സ്ഥാനസംഖ്യ 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2,2 ഹൈഫൺ ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ. മനസ്സിലായോ? 2,2 ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ എന്നാണ് എഴുതേണ്ടത് അല്ലേ. 2,2 ഹൈഫൺ ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ. നെക്സ്റ്റ് അതിവിടെ പറയുന്നുണ്ട് അല്ലേ, മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അവിടെ 3 ആയിരുന്നു, 1 2 3. അതുപോലെ തന്നെ ശാഖകളുടെ എണ്ണം 2 ആണ്, ശാഖകളുടെ പേര് മീഥൈലാണ്, സ്ഥാനസംഖ്യകൾ 2 2 ആണ്. അപ്പോൾ IUPAC നാമം 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ പറഞ്ഞു. ഇനി ഒരു സംയുക്തത്തിൻ്റെ IUPAC നാമം തന്നാൽ ഘടനാവാക്യം എഴുതുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. IUPAC നാമം ഇപ്പോൾ ഇതുവരെ പറഞ്ഞ് നമ്മൾ ഘടനാവാക്യത്തിൽ നിന്ന് IUPAC നാമം എഴുതുന്നതാണ്. ഇനി IUPAC നാമം തന്നാൽ എങ്ങനെയാണ് ഘടനാവാക്യം എഴുതുന്നത്? ഉദാഹരണം 2,3 ഡൈമീഥൈൽ പെൻറ്റൈൻ, 2,3 ഡൈമീഥൈൽ പെൻറ്റൈൻ ഇതിൻ്റെ ഘടനാവാക്യം. അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് ഈ ഘടനാവാക്യം എഴുതുമ്പോൾ ആദ്യം മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അല്ലേ, പെൻറ്റൈൻ ഇതെല്ലാം ഇവിടുത്തെ മുഖ്യ ചെയിൻ, ഇത് സ്ഥാനസംഖ്യകളാണ് അല്ലേ, ശാഖയുടെ സ്ഥാനസംഖ്യകളാണ്. ഇത് ശാഖയുടെ പേരാണ്. 2 ശാഖ ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ എന്ന് കൊടുക്കും അല്ലേ, ഒരേപോലത്തെ 2 ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെയിൻ പെൻറ്റൈൻ. പെൻറ്റൈനിൽ എത്ര കാർബൺ ഉണ്ട്? മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ് 5 കാർബൺ ആറ്റങ്ങളാണുള്ളത്, 5 എന്ന് എഴുതി. ഇനി മുഖ്യ ചെയിൻ മാത്രം നമുക്കിങ്ങനെ എഴുതാം അല്ലേ, കാർബൺ മാത്രം ഇങ്ങനെ കൊടുത്തു, 5 കാർബൺ ആറ്റം നമ്മൾ ചെയിനായിട്ട് കാണിച്ചു. ഇനി ശാഖകൾ ഏതൊക്കെയാണ് വരുന്നത്? ശാഖകൾ ഏതൊക്കെയാണ്? മീഥൈലാണ് അല്ലേ, 2 മീഥൈൽ ഗ്രൂപ്പാണ് ശാഖകളായിട്ട് വരുന്നത്. ശാഖകളുടെ സ്ഥാനസംഖ്യ ഇവിടെ ഉണ്ട്,
2ഉം 3ഉമാണ്. രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലുമാണ് ശാഖകൾ വരുന്നത്. ഇനി മുഖ്യ ചെയിനിൽ ശാഖകൾ ചേർത്ത് ഘടനാവാക്യം എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഭാഗത്തിന് നമ്പർ കൊടുക്കുക അല്ലേ. ഇവിടെ 1 2 3 4 5 അല്ലേ, അങ്ങനെ കൊടുക്കുമ്പോൾ 2,3 അല്ലേ, 2 3 രണ്ടാമത്തേനും ശാഖ കൊടുത്തു, മൂന്നാമത്തേനും ശാഖ കൊടുത്തു. അപ്പോൾ ശാഖകൾ കൊടുത്തിട്ട് അല്ലേ ചെയിനിൽ ഇങ്ങനെ വരും. ഇനി കാർബണിൻ്റെ അവശേഷിക്കുന്ന സംയോജകളെ ഹൈഡ്രജൻ ആറ്റങ്ങൾ നൽകി പൂർത്തീകരിക്കുക. അപ്പോൾ ഈ കാർബണിൻ്റെ സംയോജകത എപ്പോഴും 4ആണ്. ഒരു കാർബണിന് മറ്റുള്ള 4 ആറ്റങ്ങളുമായി കൂടിച്ചേരാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കാർബണിൻ്റെ സംയോജകത കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജനാണ് കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇവിടെ ഈ കാർബൺ ഒരു ബന്ധനുണ്ട് ഇവിടെ, അപ്പോൾ 1ആണ് അതിൻ്റെ സംയോജകത. പിന്നെ 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ വേണം, അതാണ് CH3. ഇവിടെ 1 2 3 അല്ലേ, 3 ആയി സംയോജകത. അപ്പോൾ ഇനി ഒരു ഹൈഡ്രജൻ മാത്രം മതി, അതാണ് ഈ H എഴുതിയിട്ടുള്ളത്. ഇവിടെ 1 2 3, അപ്പോൾ ഇനി ഒരു H മതി, H എഴുതി കൊടുത്തു. ഇവിടെ 1 2 അല്ലേ, അപ്പുറത്തും ഓരോ ബന്ധനങ്ങൾ. അപ്പോൾ 2 സംയോജകമായി. ഇനി 2 ഹൈഡ്രജൻ വേണം, CH2. ഇവിടെ 1 ഉള്ളൂ, അപ്പോൾ 3 എണ്ണം CH3. അപ്പോൾ CH3 CH CH3 CH CH3 CH2 CH3. ഇതാണ് 2,3 ഡൈമീഥൈൽ പെൻറ്റൈൻ. ഇനി അടുത്തത് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈനിൻ്റെ ഘടന എഴുതുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ ഹെപ്റ്റൈനാണ്. ഹെപ്റ്റൈനിൽ എത്ര കാർബൺ ഉണ്ടാവും? 7 കാർബൺ ആറ്റങ്ങൾ ഹെപ്റ്റൈനിലുണ്ട്. 1 2 3 4 5 6 7. നമ്മൾ ആദ്യം 7 കാർബണുള്ള ഒരു കാർബൺ ചെയിൻ വരച്ച് വെച്ചു അല്ലേ, അതിന് നമ്പർ കൊടുത്തു. 7 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇനി 2,4 അല്ലേ, 2,4 രണ്ടാമത്തേലും നാലാമത്തെയും കാർബൺ ആറ്റങ്ങളുടെ കൂടെ മീഥൈലുണ്ട്. അപ്പോൾ നമ്മൾ അതും കാണിച്ചു. രണ്ടാമത്തേലൊരു മീഥൈൽ ഗ്രൂപ്പ്, നാലാമത്തേലൊരു മീഥൈൽ ഗ്രൂപ്പ്, CH3 അതും കാണിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കാർബണിൻ്റെ വാലൻസി കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ സംയോജകത പൂർണ്ണമാക്കുക. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ വാലൻസി. ഇപ്പോൾ അതിന് 3 ഹൈഡ്രജൻ വേണം, CH3 കൊടുത്തു. ഇവിടെ ഓൾറെഡി 1 2 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് H മാത്രം മതി, CH കൊടുത്തു അല്ലേ. ഇവിടെ 1 2 2 എണ്ണം ഉണ്ട്, അപ്പോൾ CH2 കൊടുക്കണം. ഇവിടെ 1 2 3 എണ്ണം ഉണ്ട്, അപ്പോൾ H മതി. ഇനി അടുത്തൊക്കെ 2 എണ്ണേ ഉള്ളൂ, CH2. ഇവിടെ 1 ഉള്ളൂ, CH3 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ്റെ ഘടനാവാക്യം വരുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എത്രയേ ഉള്ളൂ. ഘടനാവാക്യം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ എത്രയാണ് അതിലെ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ആ കാർബൺ ആറ്റങ്ങൾ വരയ്ക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നമ്പർ കൊടുക്കുക, അതിന് നമുക്ക് തെറ്റൂല. നമ്പർ കൊടുത്തു, സ്ഥാനങ്ങൾ അല്ലേ, ശാഖകൾ കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം? കാർബൺ ആറ്റങ്ങളുടെ വാലൻസി സംയോജിത പൂർണ്ണമാക്കുക. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു വീഡിയോയിൽ ബാക്കി പാട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് കാണാം. ഓക്കെ.